അത്യുന്നതനാം ദൈവമങ്ങേ ശക്തി എന്നിൽ പ്രകടമാക്കൂ. അത്യുന്നതനാം ദൈവമങ്ങേ ശക്തി എന്നിൽ പ്രകടമാക്കൂ. വൻദുഃഖഭാരവും മുറിവേറ്റ മനസ്സുമായി നിന്ദാസത്തേണിടുന്നു. വൻദുഃഖഭാരവും മുറിവേറ്റ മനസ്സുമായി നിന്ദാസത്തേണിടുന്നു. ഉച്ചത്തിൽ ഞാനിത വിളിച്ചിടുന്നു, കഷ്ടത കരകവിഞ്ഞൊഴുകിടുന്നു. എനിക്കരം നിന്നിലേക്ക് ഉയർത്തിടുന്നു, ദൈവമേ നീ മാത്രമെൻ സഹായം. ഉച്ചത്തിൽ ഞാനിത വിളിച്ചിടുന്നു, കഷ്ടത കരകവിഞ്ഞൊഴുകിടുന്നു. എനിക്കരം നിന്നിലേക്ക് ഉയർത്തിടുന്നു, ദൈവമേ നീ മാത്രമെൻ സഹായം. ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുമ്പോൾ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും കൃപ നിറഞ്ഞ, എനിക്ക് പട്ടം കിട്ടി കഴിഞ്ഞിട്ട് 33 വർഷമായി. 1982 ഏപ്രിൽ മാസം. അതിനുശേഷം കുറച്ച് നാൾ അവിടെയുള്ള ഇടവപ്പള്ളിയിലെ ഒരു വികാരിയായിരുന്നു. ആ സമയം പ്രൊവിൻഷ്യൽ ചർച്ചിൻ്റെ സെക്രട്ടറി ആയിരുന്നു. ഏകദേശം കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ അവിടുത്തെ സുപ്പീരിയറായി. 1986 റോമിൽ പഠിക്കാൻ പോയത്. റോമിൽ പഠിച്ചുകൊണ്ട് തിരിച്ചു വന്നപ്പോൾ CMI സഭയുടെ ഇലക്ഷൻ്റെ കാലഘട്ടം പാസ്റ്റർ കൗൺസിലറായി. 1995 സെപ്റ്റംബർ മാസം 8-ാം തീയതിയാണ് ധ്യാനമന്ദിരം ആരംഭിക്കുന്നത്. അന്ന് മുതൽ ഇന്ന് വരെ ഒരു എളിയ ശുശ്രൂഷകനായി ഞാൻ കഴിയുകയാണ്. എന്നാൽ അതൊരു ഏറ്റവും കൃപ നിറഞ്ഞൊരു ദിവസം എന്താണെന്ന് ചോദിച്ചാൽ കഴിഞ്ഞ നവംബർ മാസം 23-ാം തീയതി. എന്താണ് അന്ന് നടന്നത്? അന്നാണ് വാഴ്ത്തപ്പെട്ട എവുപ്രാസ്യമ്മ വിശുദ്ധയായി പ്രഖ്യാപനം ചെയ്യപ്പെട്ടത്. അന്നാണ് വാഴ്ത്തപ്പെട്ട ചാവറേച്ചൻ വിശുദ്ധനായി പ്രഖ്യാപനം ചെയ്യപ്പെട്ടത്. അന്ന് വത്തിക്കാനിൽ നിന്നും മലയാളത്തിൽ സെൻറ്റ് പീറ്റർ പ്ലാറ്റ്സിൽ ഒരു പ്രാർത്ഥന ചെല്ലാൻ ഒരാളെ ആവശ്യമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് CMI സഭ അറിയിച്ചു. ഒത്തിരിയേറെ മേഖലകളുണ്ടായിരുന്നു. പക്ഷേ അന്ന് വിശുദ്ധ എവുപ്രാസ്യമ്മയുടെയും വിശുദ്ധനായ ചാവറ പിതാവിൻ്റെയും നാമകരണ ചടങ്ങിൽ പങ്കെടുത്ത് മലയാളത്തിൽ ആദ്യത്തെ മലയാള പ്രാർത്ഥന നടത്താനായിട്ടുള്ള ഭാഗ്യം ദൈവമായ കർത്താവ് എനിക്കാണ് അത് സമ്മാനിച്ചത്. അത് ദൈവത്തോട് നമ്മൾ കാണിക്കുന്ന വിശ്വസ്തത ദൈവം തന്ന ഒരു സമ്മാനമായിട്ട് മാനാനത്ത് നിന്ന് കൊണ്ടുപോയ ഒരു കൊച്ചു രൂപത്തിന് മുമ്പിൽ എന്നും ഞാൻ പ്രാർത്ഥിക്കും, പിതാവേ അങ്ങ് കേരളക്കരയിൽ കൊളുത്തി വെച്ച ആ വിശ്വാസത്തിൻ്റെ കൈത്തിരി ഒരു തരി എൻ്റെ ഹൃദയത്തിലിട്ടാൽ എൻ്റെ ജീവിത അവസാനം വരെ വചനത്തിന് സാക്ഷിയായി ജീവിച്ചു കൊള്ളാമെന്ന് അന്ന് ഞാൻ വാക്കുകൊടുത്തതാണ്. വലതുകരം ഉയർത്തി പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരൊക്കെ എവിടെയൊക്കെ വചനം പങ്കുവെക്കുന്നുണ്ടോ അവിടെയൊക്കെ അത്ഭുതകരമായ സൗഖ്യം കർത്താവ് തരുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഒരു 14 വർഷങ്ങൾക്കപ്പുറത്ത് ജെറുസലേം വചന കൂടാരത്തിലേക്ക് ബോംബെയിൽ നിന്നും പോൾ സോഫി ദമ്പതിമാർ വചനം ശ്രവിക്കുന്നവരാണ്. ഞാൻ വരുമ്പോൾ ഞാനിവിടെ 2-ാം വട്ടമാണ് വരുന്നത്. അൾത്താരുടെ മുമ്പിൽ രഹസ്യത്തിൽ എൻ്റെ കർത്താവിനോടും വിശുദ്ധനായ വിൻസെൻ്റ് പോളിനോടും ജീവകാരുണ്യ പ്രവർത്തനം, ദിവ്യകാരുണ്യം ജീവകാരുണ്യമാക്കിയതാണ്. ഫ്രാൻസിസ് മാർപ്പാപ്പ കാരുണ്യത്തിൻ്റെ വാതിൽ അടച്ചുകൊണ്ട് പറഞ്ഞു, മകളെ കാരുണ്യത്തിൻ്റെ വാതിൽ അടച്ചുവെങ്കിലും ഹൃദയത്തിൻ്റെ കാരുണ്യത്തിൻ്റെ വാതിൽ അടയ്ക്കരുത് എന്ന് പറഞ്ഞുകൊണ്ടാണ് അന്നത്തെ സന്ദേശം നൽകിയത്. തീർച്ചയായിട്ടും ഒരു കാലഘട്ടത്തിൻ്റെ ആത്മീയമായ വിപ്ലവം ജനിച്ച് ഇന്ന് ലോകത്തിൻ്റെ വിവിധങ്ങളായ ഭാഗങ്ങളിൽ അത്ഭുതകരമായ വിധത്തിൽ എൻ്റെയൊക്കെ കഴിഞ്ഞ പ്രാവശ്യം അവിടെ വർഗീസ് അച്ഛൻ പോപ്പുലർ മിഷൻ ധ്യാനത്തിൻ്റെ അവിടുത്തെ ഡയറക്ടർ അവിടെ വന്നിട്ടുണ്ടായിരുന്നു. അവിടെ ജോമനച്ചനും അതുപോലെ തന്നെ മാത്യു അച്ഛനും കഴിഞ്ഞ ദിവസം വന്നപ്പോഴൊക്കെ എനിക്ക് വലിയ ആദരവാണ്. കാരണം എന്തുമാത്രം ആത്മാക്കൾ സഭയെ വളർത്താൻ, ആത്മാക്കളെ രക്ഷിക്കാൻ, സ്വയം വിശുദ്ധീകരിക്കാൻ സഭയെ വളർത്തി ആത്മാക്കളെ രക്ഷിച്ച് സ്വയം വിശുദ്ധീകരിച്ച് സ്വയം മെഴുകുതിരുന്ന ആളങ്ങളായി ഉരുകിത്തീരുന്ന അനേകം വൈദികരെ ഈ കഴിഞ്ഞുപോയ 35 വർഷം കൊണ്ട് ഞാൻ കണ്ടുമുട്ടിയിട്ടുണ്ട്. അന്ന് അവിടെ വന്നപ്പോൾ ഒരു വെള്ളിയാഴ്ച അന്ന് ദിവ്യബലി വേളയിൽ ഞാൻ പറഞ്ഞു, നിയോഗം വെച്ച് പ്രാർത്ഥിക്കുക. നമ്മളിവിടെ 24ാമത് ബൈബിൾ കൺവെൻഷൻ പങ്കെടുക്കുമ്പോൾ
ഓരോ ദിവസവും വന്ന് എങ്ങനെയും പോകരുത്, പ്രത്യേകമായി ലക്ഷ്യം വെക്കണമെന്ന്. കുർബാനയ്ക്ക്, ജപമാലയ്ക്ക്, ബൈബിൾ പ്രതിഷ്ഠയ്ക്ക്, വചന പ്രഘോഷണത്തിന്, ആരാധനയ്ക്ക് ലക്ഷ്യം വെച്ച് നിയോഗം വെച്ച് നമ്മൾ സംബന്ധിക്കുക. അത്ഭുതങ്ങൾ നമ്മൾ നടക്കും. അന്ന് ഞാൻ പറഞ്ഞു നിയോഗം വെച്ച് പ്രാർത്ഥിക്കാനായിട്ട്. അന്ന് അവർ നിയോഗം വെച്ച് 7 വെള്ളിയാഴ്ച മുടക്കം കൂടാതെ അവിടെ വരികയാണ്. 7ാമത്തെ വെള്ളിയാഴ്ച പോകുന്ന സമയത്ത് കുറച്ച് കാസറ്റും ജപമാലയും പ്രാർത്ഥനാ പുസ്തകം വാങ്ങിച്ച് അച്ഛൻ ഒന്ന് വെഞ്ചരിച്ച് തരണം, ആസ്വദിക്കണം. ചിലർ കാണുമ്പോൾ ഒന്ന് പ്രാർത്ഥിക്കാൻ തോന്നാറുണ്ട്. എനിക്കങ്ങനെ തോന്നാറുണ്ട്. ചില ആളുകൾ ഒരു ആത്മീയമായി ബന്ധമില്ലാത്ത പോലെ എനിക്ക് തോന്നാറുണ്ട് ചിലപ്പോഴൊക്കെ. എൻ്റെ ഉള്ളിൽ ഞാൻ അങ്ങോട്ട് പറഞ്ഞെന്നുള്ളൂ. ചില ആൾ പ്രാർത്ഥിക്കുമ്പോൾ അതിൻ്റെ പവർ, ദൈവികമായ ശക്തി അതിലേക്ക് അങ്ങോട്ട് ഇമ്പാർട്ട് ചെയ്യുമെന്ന് എനിക്ക് ഫീൽ ചെയ്യാറുണ്ട്. ചിലപ്പോൾ അങ്ങനെ തോന്നാറില്ല. ഇത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത്, ഞാൻ പ്രാർത്ഥിച്ചിരുന്ന സമയത്ത് പോൾ എന്നോട് പറഞ്ഞൊരു വാക്യം ഇപ്പോൾ ഞാൻ കേൾക്കുന്നുണ്ട്. ഞങ്ങൾ ഓരോ വെള്ളിയാഴ്ച ഒന്ന് വചനം ശ്രവിക്കുമ്പോൾ ഉള്ളിലുള്ള അറപ്പ്, വെറുപ്പ്, പ്രതികാരം, വിദ്വേഷം, ചെടികമായ കാര്യങ്ങൾ, മ്ലേച്ഛതകളെല്ലാം കുമ്പസാരം നിങ്ങൾ ഏറ്റു പറഞ്ഞു. എന്നിട്ട് പോൾ പറഞ്ഞത്, ഞാനൊരു അപ്പനായിട്ടാണ് ഇവിടുന്ന് പോകുന്നത്, എൻ്റെ ഭാര്യ സോഫി ഒരു അമ്മയായിട്ടാണ് പോകുന്നത്. ഞാൻ വിശ്വസിക്കുന്നു കേട്ട മാത്രയിൽ 2 പേരുടെ ശിരസിൽ കൈകൾ വെച്ച് ഞങ്ങൾ പ്രാർത്ഥിച്ചു. ദൈവമേ, ഞാൻ ചോദിച്ചു എന്തിനു വേണ്ടിയാണ് പ്രാർത്ഥിക്കേണ്ടതെന്ന്. അവർ പറഞ്ഞു വെച്ചാൽ ഇവൾക്ക് എവിടെ പോയാലും കരച്ചില്ല, പള്ളിയിൽ വന്നാലും ധ്യാനങ്ങൾക്ക് പോയാലും ഓഫീസ്. ഞാൻ ചോദിച്ചു എന്തേ കരയുന്നേ? ഞങ്ങൾ വിവാഹം കഴിഞ്ഞ് 5 വർഷമായി അച്ഛാ, മക്കളില്ലാത്തതിൻ്റെ വേദനയാണ്. അങ്ങനെ ഇവരുടെ 2 പേരുടെ ശിരസിൽ ഞാൻ വിശ്വസിക്കുന്ന കേട്ട മാത്രയിൽ 2 പേരുടെ ശിരസിൽ കൈകൾ വെച്ച് ഞാനിങ്ങനെ പ്രാർത്ഥിക്കുക. ഞാൻ പ്രാർത്ഥിക്കുന്ന വേളയിൽ ഇവർ 2 പേരുടെ കണ്ണുകളിൽ നിന്ന് ഇങ്ങനെ കണ്ണീരിങ്ങനെ വീഴുന്നുണ്ട്. കണ്ണീരിങ്ങനെ കിടുകിടാ വീഴുന്നുണ്ട്. അപ്പോൾ എനിക്ക് മനസ്സിലായി കർത്താവ് അവിടെ പ്രവർത്തിക്കുന്നുണ്ടെന്ന്. പ്രാർത്ഥന കഴിഞ്ഞ് കരങ്ങളെടുത്തപ്പോൾ ഞാനൊരു വിഷൻ കണ്ടു. ഞാൻ ചോദിച്ചു, സോഫിക്ക് കുഞ്ഞുങ്ങളോട് നല്ല ഇഷ്ടമാണല്ലേ? അതെ അച്ഛാ, അവൾക്ക് ഏത് കുഞ്ഞുങ്ങളെ കണ്ടാൽ കോരിയെടുക്കും, സമ്മാനം കൊടുക്കും, തലമുടി ഇരി കൊടുക്കും, പൂക്കൾ വെച്ച് കൊടുക്കും. ഞാൻ അവരോട് പറഞ്ഞു, സോഫിയുടെ കുഞ്ഞുങ്ങളെ അവൾ തന്നെ എടുത്ത് അവൾ ക്ഷീണിച്ചു നിൽക്കുന്ന രംഗം കർത്താവ് എനിക്ക് കാണിച്ചു തരുന്നുണ്ട്. വിശ്വസിക്കുന്നുണ്ടോ എന്ന്. ഇതാണ് വിശ്വാസം ഏറ്റുപറഞ്ഞാൽ. വിശ്വസിക്കുന്ന ഫാദർ 7 വെള്ളിയാഴ്ചകളായി ഞങ്ങൾ മുടങ്ങാതെ വരുന്നു. വിശ്വസിക്കുന്നു. വിശ്വസിച്ചാൽ നിനക്ക് ദൈവത്തിൻ്റെ മഹത്വം കാണാം. അതാണ് കർത്താവ് പറഞ്ഞത്. എൻ്റെ പ്രിയപ്പെട്ടവരെ, അവിടെ അമ്മ എന്നും സ്ഥിരമായി അവിടെ ധ്യാനത്തിൽ വരുന്ന സ്ത്രീയാണ്. ഈ അമ്മമാർ കരഞ്ഞ് പ്രാർത്ഥിക്കുന്നത് ഞാൻ ഇവിടെ നോക്കുന്നുണ്ട്. ചിലവരൊക്കെ ഇങ്ങനെ കണ്ണീര് വന്നിട്ടാണോ ഉറക്കം വന്നിട്ടാണോ ഇങ്ങനെ കണ്ണീരിങ്ങനെ കാണിക്കുന്നുണ്ട്. ഇവിടെ ഇരിക്കുന്ന ചില അമ്മമാർ ഇരിപ്പ് കണ്ടു കഴിഞ്ഞാൽ വ്യാകുല മാതാവ് ഇരിക്കണ പോലെ ഇരിക്കുന്നത്. തൃശ്ശൂർ കൊല്ലത്തിൽ ഒരിക്കൽ മാത്രമേ ഈ വ്യാകുല എഴുന്നള്ളിപ്പുള്ളൂ. ഇവിടെ ഈ കോതമംഗലത്ത് ഈ പരിത്രാണയിൽ വരുന്ന കുറേ അമ്മമാർ വ്യാകുലമാത എന്തെങ്കിലും ആട്ടെ 5-4 ദിവസം ഏതായാലും മാറ്റി വെച്ചേക്കാണ്. ചില അപ്പച്ചന്മാർ ഇരിപ്പ് കണ്ട് മുട്ട കച്ചവടത്തിൽ നഷ്ടം വന്നോണ്ട്, റബ്ബറിനും വില പോയി, സാമ്പത്തിക പരിസ്ഥിതി ഇങ്ങനെയായി, കാശുള്ള പിൻവലിക്കാനും വരുന്നിട്ട് അച്ഛാ ആകെ കെടുവായി. അന്ന് ഇവിടെ വന്നിരിക്കുക. എൻ്റെ പ്രിയപ്പെട്ടവര്, ഇവിടെ അമ്മ ഇങ്ങനെ കരഞ്ഞ് പ്രാർത്ഥിക്കാൻ കണ്ടിട്ട് ഞാനൊക്കെ കരയാൻ പഠിച്ചത്. ഒരു 3 മാസം കഴിഞ്ഞപ്പോൾ അമ്മ വന്നിട്ട് പറഞ്ഞു, അച്ഛാ ഒരു വിശേഷമൊക്കെ ഉണ്ട്, അച്ഛൻ പ്രാർത്ഥിക്കണം. ഞാൻ ചോദിച്ചേ എന്തേ? അവൾക്ക് വിശേഷം ഉണ്ടെന്ന് അറിയിച്ചിട്ടുണ്ട് അച്ഛാ. അങ്ങനെ 6 മാസം കഴിഞ്ഞ് ഡോക്ടറെ പരിശോധിച്ചു. പരിശോധന കഴിയുമ്പോൾ ഡോക്ടർ പറഞ്ഞു, ഇനി ജോലിക്കൊന്നും പോകണ്ട, റെസ്റ്റ് എടുക്കണം. നമ്പർ പറഞ്ഞില്ല അത്രേ, 1-ൽ കൂടുതൽ കുട്ടികളുണ്ടെന്നാ പറഞ്ഞോളൂ. അമ്മ വ്യസനിച്ച് വന്നേക്കാം, അച്ഛൻ എന്തെങ്കിലും വെഞ്ചിരിച്ച് തായി അവൾക്ക് കൊടുത്തയക്കാൻ. അങ്ങനെ ഒരു ജപമാല, സാമാന്യം ജപമാലയാണ് വെഞ്ചിരിച്ച് കൊടുത്തു. അവർ പോയി. അവൾ പറയും, ജപമാല ചൊല്ലി പ്രാർത്ഥി, പ്രസവമൊക്കെ മാതാവ് ഏറ്റെടുത്ത് വിഷമിക്കേണ്ടെന്ന്. അങ്ങനെ മാസം തികഞ്ഞ് സോഫി പ്രസവിച്ചു. അതൊരു ചൊവ്വാഴ്ചയായിരുന്നു. ബുധനാഴ്ചൻ്റെ അമ്മ വന്നേക്കുന്നു. എല്ലാ ദിവസം വരുമ്പോൾ ഇതിൻ്റെ മുഖം കാണുമ്പോൾ തന്നെ നമ്മുടെ മനസ്സ് ചാവും. ഇന്ന് വന്നപ്പോൾ നല്ല റോസാപ്പൂ, ഇതേ റോസാപ്പൂ വിരിഞ്ഞിക്കണ പോലെ നല്ല വിരിഞ്ഞ മുഖം. എന്താ വെച്ചിന്ന് പോളമ്മ വിളിച്ചു വച്ചാ എന്ത് സോഫി പ്രസവിച്ചു. എന്നിട്ട് അമ്മ പറയാണ്, ഞാൻ ചോദിച്ചു ആൺകുട്ടിയാണോ പെൺകുട്ടിയാണോന്ന്. അപ്പൻ്റെ അമ്മ പറഞ്ഞു, ആൺകുട്ടിയുണ്ട് പെൺകുട്ടിയുണ്ട്. തീർന്നില്ല. അമ്മ പറയാണ്, വിളിക്കണ സമയത്ത് മഴയുണ്ടായിരുന്നു, ഫോൺ ഭയങ്കര അരമ്പലായിരുന്നു,
ഈ അമ്മയ്ക്കാണെങ്കിൽ കുറച്ച് ചെവിക്ക് അടപ്പമുണ്ട്. അമ്മ കേട്ടത് സോഫി പ്രസവിച്ചു 4 കുട്ടികളുണ്ടെന്നാണ് കേട്ടത്രേ. നിങ്ങൾക്കിത് വിസ്മയമായി തോന്നേക്കാം. ദൈവം പറയുന്നു, അസാധ്യമായത് സാധ്യതമാക്കി തീർക്കുന്നവനായ കർത്താവ്. അന്ന് രാത്രി കുറേ നേരം ഞാൻ ദിവ്യകാരണനാഥൻ്റെ സന്നിധി പോയി പറഞ്ഞു, ഇത് കേട്ടത് സത്യം തന്നെയാണ്, ഇത് ശരിയാണ്. നമ്മൾ വിശ്വസിച്ചോട് പ്രാർത്ഥിക്കുകയാണ്. ഇപ്പോൾ കുഞ്ഞുങ്ങളില്ലാത്ത ദമ്പതിമാർ അടുത്ത വർഷം ഈ പരിത്രാണ 75ാം ബൈബിൾ കൺവെൻഷൻ വരുമ്പോൾ എനിക്കൊരു കുഞ്ഞിനെ തരും, എൻ്റെ മോനൊരു ജോലി കിട്ടും, എൻ്റെ മോളുടെ വിവാഹം അതിന് മുമ്പ് നടക്കും, എനിക്കൊരു തുണ്ട് സ്ഥലം വാങ്ങിക്കാൻ പറ്റും, എനിക്കൊരു ഭവനം വയ്ക്കും. ഒന്ന് കണ്ട് പ്രാർത്ഥിക്കേ. എൻ്റെ പ്രിയപ്പെട്ടവർ, അങ്ങനെ എന്നെ വിളിക്കുന്നു പറഞ്ഞു, ഒന്ന് ഫോണൊന്നും വന്നില്ല. ഒരു 6 മാസം കഴിഞ്ഞപ്പോൾ കൊച്ചി എയർപോർട്ടിൽ അവർ വന്നിറങ്ങി. അവർ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ വീട്ടിലേക്ക് പോകുന്നതിനേക്കാൾ മുമ്പ് ധ്യാനമന്ദിരത്തിലേക്കാണ് വന്നത്. അവിടെ ഞങ്ങൾക്ക് 560ഓളം പ്രേക്ഷിതരുണ്ട്. ഇവിടെയും ഞാൻ കുറച്ച് പേര് പ്രേക്ഷിതരെ ആ വചന പ്രതിഷ്ഠയ്ക്ക് ദീപം തെളിച്ചുകൊണ്ട് വരുന്ന സമയത്ത് ഞാൻ കേട്ടു, ഇതാ വചനം പ്രതിഷ്ഠയ്ക്ക് ദീപം തെളിച്ചു വരികയാണെന്ന് ഞാൻ അവിടെ നിന്ന് കേൾക്കുകയുണ്ടായി. എൻ്റെ പ്രിയപ്പെട്ടവർ, അതിൽ 4-5 പ്രേക്ഷകർ ഓടി വന്നിട്ട് പറഞ്ഞു, അച്ഛാ ഒരു കാറ് നിറച്ച് കുട്ടികൾ വന്നിട്ടുണ്ടെന്ന്. കുട്ടികൾ എൻ്റെ വീക്ക് പോയിൻ്റ്, ഇവിടെ കുട്ടികളാരും കാണാത്താൻ എനിക്ക് സമാധാനം കിട്ടും. ഞാൻ അവിടെ നോക്കിക്കൊണ്ടിരിക്കുന്നു, ചിലപ്പോൾ പുറത്തിരിക്കുന്നുണ്ടാവും. കുട്ടികളെൻ്റെ വീക്ക് പോയിൻ്റ്. കുഞ്ഞുങ്ങളിലൂടെയാണ് ഇനി അത്ഭുതം നടക്കാൻ പോകുന്നത്. ജെറുസലേം വചന കൂടാരത്തിൽ 2.5 വയസ്സിന് 3.5 വയസ്സിനിടയ്ക്കുള്ള കുട്ടികളെ വചനം പഠിപ്പിക്കുന്നുണ്ട്. അവരെ വെറുതെ വചനം പഠിപ്പിക്കുന്നില്ല. 20 വർഷം കഴിയുമ്പോൾ അതിലൊരാൾ ലോകപ്രസിദ്ധനായ ഒരു വചന പ്രഘോഷകനായി തീരണം. അതിൽ നിന്നൊരാൾ ഒരു വലിയ വൈദികനായി തീരണം, ഒരു വലിയ മന്ത്രിയായി തീരണം. ഒരു പക്ഷേ അവരിൽ നിന്ന് ഒരു പുതിയ സംസ്കാരം കേരളത്തിൽ ഉടലെടുക്കണമെന്ന് കണ്ടുകൊണ്ടാണ് 17 വർഷങ്ങൾക്കപ്പുറത്ത് അങ്ങൊരു ശുശ്രൂഷ ആരംഭമിട്ടത്. ചെറുപ്രായത്തിൽ വിശ്വാസത്തിൻ്റെ വേരിന് വളമിട്ടാലേ ഇന്ന് ലോകത്തിന് രക്ഷയുള്ളൂ. വളർന്നു വന്നിട്ടല്ല നമ്മൾ ധ്യാനത്തിലേക്കും ധ്യാനമന്ദിരത്തിലേക്കും വചനത്തിനും കടന്നു വരേണ്ടത്. വിശ്വാസത്തിന്റെ വേര് മുളയ്ക്കുമ്പോൾ ആ വേരിന് വളമിട്ട് കൊടുത്താൽ അത്ഭുതകരമായ കാര്യങ്ങൾ ആ കുഞ്ഞുങ്ങളിലൂടെ തിരുസഭയ്ക്ക് കൊണ്ട് ആനന്ദിക്കാൻ സാധിക്കും. വലുതുകരമുയർത്തി പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഞാൻ ഓടിച്ചെന്ന് കുറച്ച് പടവും മിഠായിയും ഒക്കെ എടുത്ത് അവിടെ ചെന്നപ്പോൾ കാണുന്ന കാഴ്ച, ഒരു കാറിനകത്ത് പോളും സോഫിയും, ഡ്രൈവറുടെ അടുത്ത് പോള്, നേരെ പറയും സോഫി. എന്നെ കണ്ടപ്പോൾ 2 കാറി അങ്ങോട്ട് കരയാണ്. സോഫിയുടെ അടുത്ത് 2 ആൻറ്റിമാർ, അവരുടെ കയ്യിലും ഈ പഞ്ഞിക്കെട്ട് പോലെ ഒരേ കൊണ്ടയിൽ ഒരേ കുട്ടികൾ. സാക്ഷ്യം നൽകി, ഞങ്ങൾ പോൾ സോഫി ദമ്പതിമാർ വിവാഹം കഴിഞ്ഞ് 5 വർഷമായി. ഞങ്ങൾ വചനം ശ്രവിച്ചു, നല്ല കുമ്പസാരം നടത്തി, മാനസാന്തരപ്പെട്ടു, മാനസാന്തര ജീവിതം തീരുമാനമെടുത്തു. എൻ്റെ ഭാര്യ സോഫി ഗർഭിണിയായി, മാസം കഴിഞ്ഞ് അവൾ പ്രസവിച്ചു. ഒറ്റ പ്രസവത്തിൽ 4 കുഞ്ഞുങ്ങൾ. ആദ്യത്തെ അനുഭവമായതുകൊണ്ട് അവരുടെ പേര് ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. അലൈന, അലൈഡ, അങ്കിത, ഏരൻ. ഒരു കുഞ്ഞാങ്ങൾക്ക് 3 കുഞ്ഞി പെങ്ങന്മാർ. ഇപ്പോൾ അവൾക്ക് 16 വയസ്സായിട്ടുണ്ട്. വെറുതെ കരമുയർത്തി പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ടവരെ, നമ്മൾ നമ്മുടെ ജീവിതത്തിൽ വചനം അത്ഭുതങ്ങൾ പ്രവർത്തിക്കും. അതിനായി വചനത്തിനായി ഹൃദയം തുറന്നു കൊടുക്കണം. വചനം നമ്മെ പിടിച്ചൊന്ന് കുലുക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഏതെങ്കിലും വചനം നമ്മെ ചലിപ്പിക്കരുത് പ്രാർത്ഥിക്കുകയാണ്. റോമക്കാർക്ക് എഴുതിയ ലേഖനം 13-ാം അധ്യായം 11-ാം വാക്യം. അഗസ്തീനോസിനെ മാനസാന്തരപ്പെടുത്തിയ വചനമാണ്. നമുക്കറിയാം, ജഡിക ആസക്തിയിൽ കുളിച്ച് ജീവിച്ച ഒരു മനുഷ്യനാണ് അഗസ്തീനോസ്. ദൈവ നിന്നയും സഭയുടെ നിന്നയും ഒക്കെ തൊഴിലായി സ്വീകരിച്ചവരാണ് അഗസ്റ്റീൻ. എന്നാൽ ബുദ്ധിമാനായ അഗസ്റ്റീൻ മിലാനിലെ കത്തീഡ്രൽ ദൈവാലയത്തിൽ വെച്ച് വിശുദ്ധനായ അംബ്രോസ് വചനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ 100 കണക്കിന് ആളുകളിൽ ഒരുവനായിട്ട് അഗസ്റ്റിൻ അതിലുണ്ടായിരുന്നു. റോമക്കാർക്ക് എഴുതിയ ലേഖനം 13-ാം അധ്യായം 11-ാം വാക്യം ഉച്ചരിച്ചുകൊണ്ട് അംബ്രോസ് പറഞ്ഞു, നിദ്ര വിട്ടുണരേണ്ട സമയമായി, രക്ഷ ആരും പ്രതീക്ഷിച്ചതിനേക്കാൾ അടുത്തെത്തിയിരിക്കുന്നു. അന്ധകാരത്തിന്റെ പ്രവൃത്തികൾ ഉപേക്ഷിച്ച് പ്രകാശത്തിന്റെ ആയുധം ധരിക്കുക, പകലിന് യോജിച്ച വിധത്തിൽ വ്യാപരിക്കുക. സുഖലോലുപത, മദ്യലഹരി, വിഷയ ആസക്തി, അവിഹിതമായ ബന്ധം, അസൂയ, കലഹം എന്നിവയിൽ വ്യാപരിക്കരുത്. യേശു ക്രിസ്തുവിനെ ധരിക്കുക. പുട്ട് ഓൺ ക്രൈസ്റ്റ്. ഇത് കേട്ട മാത്രയിൽ 100 കണക്കിന് ആളിടയിൽ ഇരുന്നു കൊണ്ട് അഗസ്റ്റിൻ കരങ്ങൾ ഉയർത്തിക്കൊണ്ട്, എന്റെ ദൈവമേ, ഒരു കരച്ചിൽ.
അവൻ ആരെയും നോക്കിയില്ല. ദൈവത്തെ മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് കണ്ണുകൾ അടച്ചു വാവിട്ട് കരഞ്ഞ് അനുതാപത്തോടെ കരയാൻ തുടങ്ങി. ജനം മുഴുവൻ തിരിഞ്ഞ് അവിടുന്ന് പോയിട്ടും അവന്റെ കരച്ചു നിന്നില്ല. അവൻ വിളിച്ചു പറഞ്ഞു, അങ്ങേക്കായി സൃഷ്ടിക്കപ്പെട്ട ഹൃദയം അങ്ങിൽ വിലയം പ്രാപിക്കുന്നവരെ ഞാൻ അസ്വസ്ഥനാണ്. ഈ സ്വരം കേട്ടുകൊണ്ട് ജനം ഒഴിഞ്ഞിരുന്ന ആ മിലാനിലെ കത്തീഡ്രൽ ദൈവാലയത്തിൻ്റെ ആ ഒഴിഞ്ഞ മൂലയിലേക്ക് അംബ്രോസ് കടന്നു ചെല്ലാം. എന്താ മോനെയെന്ന് അവിടെ വെച്ചാണ് അഗസ്റ്റിൻ്റെ കൺഫെഷൻ. അഗസ്റ്റിൻ്റെ കൺഫെഷൻ ലോകപ്രസിദ്ധമാണ്. കൺഫെഷൻ കഴിഞ്ഞ് പ്രായശ്ചിത്വം നിറവേറ്റിക്കൊണ്ട് മിലാനിലെ കത്തീഡ്രൽ ദൈവാലയത്തിൽ നിന്ന് പടിയിറങ്ങുകയാണ്. പഴയ കൂട്ടുകാർ, രാത്രിയുടെ രോമാഞ്ചമായിരുന്ന പഴയ കൂട്ടുകാർ, യുവാക്കന്മാർ, യുവതികൾ തന്നെ കൈകൊട്ടി വിളിച്ച് തിരിഞ്ഞുപോലും നോക്കിയില്ല. നടന്ന് അവൻ താമസിക്കുന്ന വീട്ടിലേക്ക് ചെല്ലാണ്. അവിടെ ചെല്ലുമ്പോൾ ഒരു കൊച്ചു മെഴുകുതിരി കത്തിച്ചു വെച്ച് ഒരു മങ്ങിയ വെട്ടത്തിൽ തൻ്റെ അമ്മ മോനിക്ക പുണ്യവതി കരം വിരിച്ച് ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുന്നു. ജപമാല കഴിഞ്ഞപ്പോൾ അമ്മയുടെ കരങ്ങൾ കൂപ്പി പിടിച്ചുകൊണ്ട് അമ്മേ, അവൻ്റെ നെറ്റിത്തടത് ചുംബിച്ചുകൊണ്ട് 33 വർഷങ്ങൾക്ക് മുമ്പ് നഷ്ടപ്പെട്ടു പോയ മകനെ കണ്ണുനീരിൻ്റെ വിലയായി, ജപമാലയുടെ വിലയായി ദൈവമായ കർത്താവ് എന്നെ തിരിച്ചു കൊടുത്ത ദിവസമാണ്. വിശുദ്ധനായിരിക്കുന്ന ഒരു മനുഷ്യൻ മാനസാന്തരപ്പെട്ടാൽ ഞാൻ വിശ്വസിക്കുന്നു കത്തോലിക്ക സഭ എന്ന് പറയുന്നത് മാനസാന്തരപ്പെട്ട പാപികളുടെ വലിയ ഹോസ്പിറ്റലാണ്. ഏത് വിശുദ്ധന്റെ ജീവചരിത്രത്തിലും ഒരു പാപത്തിനൊരു മേഖലയുണ്ട്. മാനസാന്തരപ്പെട്ട പാപികളുടെ ഹോസ്പിറ്റലാണ് കത്തോലിക്ക സഭ എന്ന് പറയുന്നത്. അത് ഫ്രാൻസിസ് അസീസി ആണെങ്കിലും, വിൻസെന്റ് പോൾ പുണ്യവാനാണെങ്കിലും, വിശുദ്ധ ചാവറ പിതാവാണെങ്കിലും, വിശുദ്ധ കൊച്ചു തെരേസി ആണെങ്കിലും, വിശുദ്ധ അമ്മ തെരേസി ആണെങ്കിലും, അവിടെ പഴയ ജീവിതത്തിലെ ഒരു ഇരുണ്ട പുറമുണ്ട്. എങ്കിലും ഒരു നാൾ അവർ ദൈവത്തെ കണ്ടുമുട്ടി. അതിനുശേഷം പഴയ ജീവിതത്തിൽ അവർ തിരിച്ചു പോയിട്ടില്ല. അഗസ്റ്റിനെ മാനസാന്തരപ്പെടുത്തിയ വചനമാണ് റോമക്കാർക്ക് എഴുതിയ ലേഖനം 13-ാം അധ്യായം 11-ാം വാക്യം. വലതുകരം ഉയർത്തി പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഈ അടുത്ത വിശുദ്ധയായി പ്രഖ്യാപിച്ച മദർ തെരേസ ഡൽഹിയിൽ നിന്നും ഡാർജിലിംഗിലേക്ക് യാത്രയാകുകയാണ്. പോകുന്ന സമയത്ത് അമ്മയുടെ കയ്യിൽ എപ്പോഴും ജപമാലയുണ്ട്. ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുന്ന സമയത്ത് ഒരു സ്വരം, ഈ എളിയവർക്ക് ചെയ്തു കൊടുത്തപ്പോൾ എനിക്ക് തന്നെ, ഈ എളിയവർക്ക് ചെയ്തു കൊടുത്തപ്പോൾ എനിക്ക് തന്നെ. ഈ വചനത്തിന്റെ ശക്തി എത്രയോ വിശുദ്ധന്മാരെയാണ് തിരുസഭയ്ക്ക് സമ്മാനിച്ചിട്ടുള്ളത്. മദർ തെരേസ കണ്ണടച്ച് വീണ്ടും പ്രാർത്ഥിക്കുകയാണ്. ഇവിടുന്ന് സ്വരം വരുന്ന മനസ്സിലായില്ല. വീണ്ടും കണ്ണടച്ചപ്പോൾ ഈ എളിയവർക്ക് ചെയ്തു കൊടുക്കാതിരുന്നപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്തു തരാതിരുന്നത്. പ്രിയപ്പെട്ടവരെ, മദർ തെരേസ ഡാർജിലിംഗിലെത്തി തൻ്റെ കാനോനിക്കൽ സഭാവസ്ത്രം ഊരി മാറ്റി തോട്ടിപ്പെണ്ണുങ്ങൾ വിടുക്കുന്ന വസ്ത്രം ധരിച്ചുകൊണ്ട് തെരുവീതിയിലേക്ക് ഇറങ്ങി ചോരക്കുഞ്ഞുങ്ങളെ കോരിയെടുത്തു. പുഴുവരിക്കുന്ന ജീവിതങ്ങൾക്ക് വചനം കൊടുത്ത്, ജീവൻ കൊടുത്ത്, ജീവിതം കൊടുത്തു. ഇന്ന് ആ കനിവിൻ്റെ അമ്മ വിശുദ്ധയായി പ്രഖ്യാപിക്കപ്പെട്ടു. വിശുദ്ധ മദർ തെരേസയെ മാനസാന്തരപ്പെടുത്തിയ വചനം മത്തായിയുടെ സുവിശേഷം 25:40 ഈ വചനമാണ് അവൾക്ക് സൗഖ്യം, അവൾക്ക് ഒരു വിശുദ്ധ പദവിയിലേക്ക് ഉയരാൻ ഇടവരുത്തിയത്. ഒരിക്കൽ താമസ ധ്യാനത്തിൽ കൂടെ വന്ന ബാംഗ്ലൂരിൽ നിന്ന് വന്ന 12 നഴ്സിംഗ് സ്റ്റുഡൻസ്, BSc നഴ്സിംഗ് സ്റ്റുഡൻസ് ആണ്. പലപ്പോഴും യുവാക്കന്മാർ യുവതികൾ വരുമ്പോൾ വളരെ വൈബ്രൻ്റ് ആയിരിക്കുന്നത് ഞാൻ കാണാറുണ്ട്. അവിടെ വളരെ തീക്ഷണമായി പ്രാർത്ഥിക്കും. പറയുന്നതിനൊക്കെ വളരെ നന്നായി സഹകരിക്കുന്ന ഒരു ഹൃദയം ദൈവമായ കർത്താവ് കനിഞ്ഞ് അവർക്ക് കൊടുത്തിട്ടുണ്ട്. പോകുന്ന സമയത്ത് എന്നോട് പറഞ്ഞു, വെച്ചാൽ ഞങ്ങൾക്ക് ചില കുട്ടികൾക്ക് പഠിക്കാനൊക്കെ ബുദ്ധിമുട്ടുണ്ട്, അപ്പോൾ അതുകൊണ്ട് പ്രത്യേകമായി പ്രാർത്ഥിക്കണം. ഞാൻ പറഞ്ഞു, പ്രാർത്ഥിക്കാം, നിങ്ങളുടെ പേരുകളൊക്കെ എഴുതി തരാൻ, കുർബാന സമർപ്പിച്ച് പ്രാർത്ഥിക്കാം, മധ്യസ്ഥ പ്രാർത്ഥന സമർപ്പിച്ച് പ്രാർത്ഥിക്കാം, ധൈര്യമായിട്ട് പോയിക്കോ. പോകുമ്പോൾ 2 മിഠായും കൊടുത്തിട്ട് പറഞ്ഞു, ഒരു മിഠായി പരീക്ഷ തുടങ്ങുമ്പോൾ കഴിക്കുക, മറ്റൊരെണ്ണം ഏറ്റവും ടഫായിരിക്കുന്ന എക്സാമിനേഷൻ ദിവസം. അങ്ങനെ ഏറ്റവും ബുദ്ധിമുട്ടുള്ള പരീക്ഷ നാൾ വന്നു. എന്നെ വിളിച്ചു, അച്ഛാ നാളെ കുട്ടികൾക്ക് പല ബുദ്ധിമുട്ടുള്ള മീറ്ററാണ് വിളിച്ചത്, പ്രത്യേകമായി പ്രാർത്ഥിക്കണം. ഞാൻ പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞ് ധൈര്യമായിട്ട് പോയിക്കോ, പേരൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്, കുർബാനയെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ് ധൈര്യപ്പെടുത്തി ഫോണിലൂടെ അവർക്ക് പ്രാർത്ഥിച്ചു കേട്ടോ. അങ്ങനെ പരീക്ഷ കഴിഞ്ഞു. പരീക്ഷ കഴിയുമ്പോൾ ചോദിച്ചു, എങ്ങനെയുണ്ട് പരീക്ഷ, എങ്ങനെയുണ്ട്? ഇപ്പം നമ്മുടെ കുട്ടികൾ തന്നെ പരീക്ഷ കഴിഞ്ഞ് വരുമ്പോൾ എങ്ങനെയുണ്ടായിരുന്നു അവൻ്റെ മലയാളം? കുഴപ്പമില്ല. ഇംഗ്ലീഷോ? കുഴപ്പമില്ല. കണക്കോ? കുഴപ്പമില്ല. റിസൾട്ട് വരുമ്പോൾ കുഴപ്പമുണ്ട്, അതുവരെ ഒരു കുഴപ്പമില്ലായിരുന്നു. ഇവരതുപോലെ തന്നെ പരീക്ഷ കഴിയുമ്പോൾ ചോദിച്ചു, കുഴപ്പമുണ്ടോ? കുഴപ്പമില്ല. റിസൾട്ട് വന്നപ്പോൾ അതിലൊരുത്തി എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, അച്ഛാ എനിക്കന്ന് പറഞ്ഞ് എനിക്ക് സഹിക്കാൻ പറ്റിയില്ല, പട്ടത്തച്ഛൻ ഞങ്ങളെ പറ്റിച്ചു അല്ലേ എന്ന്. എന്താ മോളെ നീ അങ്ങനെ പറയണേ?
അച്ഛനല്ലേ പറഞ്ഞ 12 പേരും ജയിക്കുന്നു. 12 പേര് പരീക്ഷ എഴുതി, 9 പേരെ ജയിച്ചുള്ളൂ. അപ്പം ഞാൻ അവളോട് ചോദിച്ചു, മോള് പാസ്സായോ? ഞാൻ 2 പൊട്ടിയച്ചു. അപ്പോൾ ബാക്കി 2 പേരെന്തെടുക്കുന്നത്? ഒരുത്തി റിസൾട്ട് അറിഞ്ഞ അന്ന് തുടങ്ങി കരച്ചിൽ, കുളിയില്ല, ഭക്ഷണമില്ല, കിടന്ന് കരച്ചിൽ തന്നെ. 3ാമത്തോളം എന്താ ചെയ്യണേ? അവൾ പട്ടത്തച്ഛനെ തെറി അഭിഷേകം നടത്തിക്കൊണ്ടിരിക്കുകയാണെന്ന്. ഈ ധ്യാന മന്ദിരത്തിൽ ഓരോരുത്തരും ഓരോ കാര്യങ്ങൾ പറഞ്ഞ് ഞങ്ങളെ പറ്റിക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ചെവി പൊട്ടിപ്പൊളിയുന്ന തെറിയാണ് അവളുടെ മുറിയുന്നത്. അതുകൊണ്ട് കഥവൊക്കെ അടച്ച് ആ പരിസരത്തേക്ക് ആരും. അപ്പം ഞാൻ ചോദിച്ചു, നീ എന്ത് എന്നെ വിളിച്ചത്? അവൾ പറഞ്ഞു, അന്ന് വചനം പറയുന്ന സമയത്ത് ഒരു വചനം എന്നെ ശല്യം ചെയ്തു. പ്രിയപ്പെട്ടവരെ, ഈ 5 നാൾ ബൈബിൾ കൺവെൻഷൻ പരിത്താണൻ നടക്കുന്ന ബൈബിൾ കൺവെൻഷൻ പന്തലിൽ, ഇതിൻ്റെ കൺവെൻഷൻ ഗ്രൗണ്ടിൽ വരെ ഏതെങ്കിലും വചനം നമ്മൾ ശല്യം ചെയ്യണം. ഞാൻ ചോദിച്ചു, ഏത് വചനമാണ് എന്നെ ശല്യം ചെയ്തത്? റോമർ 8:28. റോമർ 8. ഞാൻ അവളെ കൊണ്ട് പറയിച്ചു എന്താണ് വചനമെന്ന്. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, തൻ്റെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് എല്ലാം നന്മയ്ക്കായി ക്രമീകരിക്കുമെന്ന് അച്ഛൻ ആൾത്താരിൽ എന്ന് പറയുമ്പോൾ ഞാൻ അച്ഛനെയല്ല കണ്ടത്, യേശുവിനെ കണ്ടത്. കർത്താവ് വാഗ്ദാനത്തിൽ വിശ്വസ്തനാണ്, പ്രവർത്തികളിൽ കാരുണ്യവാനാണ്. ഞാൻ വിശ്വസിക്കുന്നു ഫാദർ. എൻ്റെ പൗരോഹിത്യ ജീവിതത്തിൽ വെല്ലുവിളി വരുത്തിയ ഒരു BSc നേഴ്സിംഗ് സ്റ്റുഡൻറ്റിനെ കുറിച്ചാണ് ഞാൻ അവിടെ പറയുന്നത്. 2 വിഷയത്തിൽ തോറ്റിട്ടും അതെൻ്റെ നന്മയ്ക്കാണെന്ന് വിശ്വസിക്കുന്ന ഒരു നേഴ്സിംഗ് വിദ്യാർത്ഥിനി. ഞാൻ പറഞ്ഞു, മോളെ ഞാനൊന്ന് പ്രാർത്ഥിക്കട്ടെ എന്ന്. ഫോണിലൂടെ പ്രാർത്ഥിച്ചു. പ്രാർത്ഥിക്കുന്ന സമയത്ത് ദൈവത്തിൻ്റെ ആത്മാവ് എനിക്ക് പ്രചോദനം നൽകി 3 പേരോടും റീവാലുവേഷൻ കൊടുക്കാൻ. ഇന്ന് റീകൗണ്ടിങ്ങേ ഉള്ളൂ, അന്ന് റീവാലുവേഷൻ ഉണ്ട്. അങ്ങനെ റീവാലുവേഷൻ കൊടുത്തു. അങ്ങനെ ഏതാനും ദിവസത്തിനുള്ളിൽ റിസൾട്ട് വന്നു. റിസൾട്ട് വന്ന് എന്നെ വിളിച്ചറിയിച്ചു. റിസൾട്ട് അറിഞ്ഞപ്പോൾ കരച്ചിലും പ്രലാപവും കഴിഞ്ഞ അവൾക്ക് ഫസ്റ്റ് ക്ലാസ്സോടുകൂടി കർത്താവ് അവൾക്ക് പാസ്സാവാൻ അനുഗ്രഹം കൊടുത്തു. പട്ടത്തച്ഛനെയും ധ്യാനമന്ദിരങ്ങളെ എല്ലാ ധ്യാനമന്ദിരത്തിനും ഡയറക്ടേഴ്സിനെയും തെറി അഭിഷേകം നടത്തിയ അവൾക്കും കൊടുത്തു ഫസ്റ്റ് ക്ലാസ്. എന്നാൽ വചനം പറഞ്ഞ് എന്നെ അറിയിച്ച അവൾ ആ നേഴ്സിംഗ് സ്കൂളിലെ ഫസ്റ്റായി ഡിസ്റ്റിങ്ഷനോടുകൂടി അവൾ പാസ്സാവുകയും ചെയ്തു. ഒന്ന് കരങ്ങൾ അടിച്ചൊന്ന് കഥനെ വാർത്തപ്പെടുത്തിയത്. വചനം നമ്മൾ പറയണം പ്രിയപ്പെട്ടവരെ. ബുദ്ധിമുട്ടുള്ള വിഷയങ്ങളുള്ള കുട്ടികൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഫിലിപ്പിയർ 4:13 എന്നെ ശക്തനാക്കുന്നവനിലൂടെ എനിക്ക് എല്ലാം ചെയ്യാൻ സാധിക്കും. ഈ വചനം പറഞ്ഞു കൊടുക്കുക. എന്നിട്ട് ആ വിഷയം പരീക്ഷയിൽ എഴുതാൻ പറയും. ഉന്നതമായ വിഷയം കിട്ടുമെന്ന്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ലോകത്തോട് വിട പറഞ്ഞ് സ്വർഗത്തിൽ ഒരു പൗരനായി തീരുമ്പോൾ വചനം നിന്നെ രൂപപ്പെടുത്തും, വചനം നിന്നെ രൂപാന്തരപ്പെടുത്തും. ലോകത്തോട് വിട പറഞ്ഞ് സ്വർഗത്തിന്റെ പൗരത്വം നീ ഏറ്റെടുത്താൽ ദൈവം വചനം നിന്നെ രൂപപ്പെടുത്തും. നീ ചോദിക്കുന്നതിലും കൂടുതലായി ദൈവമായ കർത്താവ് നമുക്ക് സമ്മാനിച്ചു തരും. വലതുകരം ഉയർത്തി പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ലോകത്തോട് വിട പറയണം എന്ന് പറഞ്ഞാൽ പിശാചുമായിട്ടുള്ള ബന്ധം നമ്മൾ വിട്ടുപേക്ഷിക്കണം. ആരാ പിശാച് എന്ന് പറയുന്നത്? ആരാ പിശാച് എന്ന് പറയുന്നത്? നന്മ ചെയ്യാൻ തടസ്സം സൃഷ്ടിക്കുന്ന വ്യക്തി, ശക്തി, പ്രസ്ഥാനം, സാഹചര്യം, അതാണ് പിശാച്. ഒരിക്കൽ കൂടി, നന്മ ചെയ്യാൻ തടസ്സം സൃഷ്ടിക്കുന്ന വ്യക്തി, ശക്തി, പ്രസ്ഥാനം, സാഹചര്യം, അതാണ് പിശാച് എന്ന് പറയുന്നത്. തിന്മ ചെയ്യാൻ പ്രോത്സാഹിപ്പിക്കുന്ന വ്യക്തി, ശക്തി, പ്രസ്ഥാനം, സാഹചര്യം, ഇതാണ് പിശാച് എന്ന് പറയുന്നത്. ഇന്ന് പിശാചിന് തിരിച്ചറിയാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ആദ്യകാലത്ത് മുഖത്താകെ കരിയൊക്കെ വാരി തേച്ച് അങ്ങനെ കറുത്ത ഒരു വേഷമൊക്കെ ഇട്ട് വാലൊക്കെ വെച്ച് ബോ അങ്ങനെ ഭീകരമായ സ്വരം പുറപ്പെടുവിച്ച് വരുന്നത്. ഇന്ന് ഡീസൻ്റ് പിശാചുക്കൾ ഇറങ്ങിയിരിക്കുന്നത്. നല്ല കോട്ടും സൂട്ടും ഒക്കെ ഇട്ട് സൂട്ട് കേസൊക്കെ പിടിച്ചു വരുന്ന നല്ല സാരിയും പൊട്ടൊക്കെ കുത്തി വളയൊക്കെ ചൂടി വരുന്ന നല്ല സുന്ദരികളായിട്ടാണ് പിശാചുകൾ. പിശാചിനെ തിരിച്ചറിയാൻ അറിയണം നമുക്ക്. തിരുവചനം നമ്മോട് പറയുന്നു, എഫെസ്യർക്കാർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 19-ാം വാക്യത്തിൽ വായിക്കുന്നു, ഇനിമേൽ നിങ്ങൾ അന്യരല്ല, പരദേശികളുമല്ല, ദൈവഭവനത്തിന്റെ കാര്യസ്ഥന്മാരും വിശുദ്ധരുടെ സഹപ്രവർത്തകരും എന്ന നിലയിലാണ് ഞാൻ നിങ്ങളെ പരിഗണിക്കുന്നത്. ശ്രദ്ധിക്കൂ, ഇനിമേൽ നിങ്ങൾ അന്യരല്ല, പരദേശികളുമല്ല, പിന്നെയോ ദൈവഭവനത്തിന്റെ കാര്യസ്ഥന്മാർക്ക് എന്താ വേണ്ടത്? വിശ്വസ്തത. ബാഹ്യമായൊരു വിശ്വസ്തത മാത്രമല്ല, ആന്തരികമായൊരു വിശ്വസ്തത. ദൈവഭവനത്തിന്റെ കാര്യസ്ഥന്മാർ. എൻ്റെ അപ്പൻ അവിട്ടത്തൂർ പള്ളിയുടെ കൈക്കാരനായിരുന്നു.
എൻ്റെ അപ്പൂപ്പൻ മരിക്കുന്ന 104-ാമത്തെ വയസ്സിലാണ്. സെമിനാരിൽ ചെല്ലുമ്പോൾ എൻ്റെ അപ്പൂപ്പൻ എൻ്റെ അപ്പനോട് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, കൊച്ചു ദേവസി, നീ അവിട്ടത്തൂർ പള്ളിയിലെ തിരുക്കുടുംബ ദൈവാലയത്തിലെ കൈക്കാരന് ഒരു മുട്ടുസൂചി നമ്മുടെ വീട്ടിലേക്ക് നീ കൊണ്ടുവരരുത്. നീ വിശ്വസ്തനായിരിക്കണമെന്ന്. നീ അധ്വാനിക്കുന്ന നിന്റെ സ്ഥാപനം, നീ ശുശ്രൂഷ ചെയ്യുന്ന നിന്റെ ഇടങ്ങളിൽ നിന്ന് ദൈവത്തിന് അനുചിതമായ വിശ്വസ്തത നിരക്കാത്ത ഒന്നും സംഭവിക്കാനോ പ്രവർത്തിക്കാനോ പാടുള്ളതല്ല. വിശുദ്ധരുടെ സഹപ്രവർത്തകരായി തീരണം. വിശുദ്ധരുടെ സഹപ്രവർത്തകരായി തീരണമെങ്കിൽ എന്ത് വേണം? വിശുദ്ധി വേണം. വിശുദ്ധി വേണം. വചന വിചാര പ്രവർത്തികളുടെ സമന്വയം, അതാണ് വിശുദ്ധി എന്ന് പറയുന്നത്. വലതുകരമുയർത്തി പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. നമുക്കൊരു അൽഫോൻസമ്മയും ഒരു കുഞ്ഞച്ചനും മാത്രം ഉണ്ടായാൽ പോരാ. ഓരോ രൂപതയ്ക്കും വിശുദ്ധന്മാരുണ്ടാകണം, വിശുദ്ധകൾ ഉണ്ടാകണം. ഇന്ന് കേരളത്തിൻ്റെ വിശുദ്ധന്മാരുടെ പട്ടികയിൽ 26 പേര്, ഇന്ത്യയുടെ ചരിത്രത്തിൽ 26 പേര് വാഴ്ത്തപ്പെട്ടവരും ദൈവദാസന്മാരും ദൈവദാസികളുമായി തീർന്നത് കേരളത്തിൽ നിന്നാണ്. അഭിമാനിക്കാൻ നമുക്ക് വകയുണ്ട്. നമ്മുടെ കുടുംബങ്ങളിൽ പ്രാർത്ഥിച്ച പ്രാർത്ഥനകളും, നമ്മുടെ അമ്മമാർ മുട്ടുകുത്തി പ്രാർത്ഥിച്ച പ്രാർത്ഥനകളും, തപശ്ചര്യകളും, ത്യാഗപ്രവർത്തികളും, ഉപവാസങ്ങളും ഒന്നും വൃഥാവിലായിട്ടില്ല കേട്ടോ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഇനിമേൽ നിങ്ങൾ അന്യരല്ല, പരദേശികളുമല്ല, ദൈവഭവനത്തിന്റെ കാര്യസ്ഥന്മാർ.